ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് ഭ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാനഡയിൽ വന്നിട്ട് മേടിച്ച ഹോട്ട് വീൽസ് വണ്ടികളുടെ അൺബോക്സിംഗ് ആണ് ഇനി. ആദ്യമായിട്ട് മെർസിഡീസ് ബെൻസ് 500E. നമ്മൾ ഈ ഡിസ്പ്ലേ കേസ് അൺബോക്സ് ചെയ്തപ്പോഴും നമുക്കൊരു മെർസിഡീസ് ബെൻസ് കിട്ടിയായിരുന്നു. ഇതാണത്. പക്ഷെ ഇത് രണ്ടും വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ഈ രണ്ട് മോഡലും ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്നും കൂടെ ചെറിയ ഹെഡ്ലൈറ്റാണ്. ബാക്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് തന്നെയാണോ നല്ലത്? ഇത് പ്രീമിയം ഹോട്ട് വീൽസും കൂടെ ആണല്ലോ. ഇതിൽ റബ്ബർ ടയേഴ്സും പിന്നെ ഇതിൻ്റെ അലോയ് വീൽസൊക്കെ അടിപൊളിയാണ്. ഇത് മെയിൻ ലൈൻ സീരീസ് ആയിരുന്നു, അതിൻ്റേതായ കുറവുകൾ ഉണ്ടാവും. ഓക്കെ, എനിവേ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇപ്പം നല്ലൊരു റെഡ് കളറാണ്. പുറത്തോട്ടെടുത്തപ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ട്. നമുക്കിപ്പോൾ സ്റ്റേജിലും കൂടെ ഒന്ന് വെച്ച് നോക്കാം. അങ്ങനെ സ്റ്റേജിൽ വെച്ചു. കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ലൈറ്റിലൊക്കെ നല്ല ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ വീൽസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വീൽസ് കുറച്ച് പ്ലെയിൻ ആയിപ്പോയി. ഓക്കെ, അടുത്തതായി 2021 ഫോർഡ് ബ്രോങ്കോ. നല്ലൊരു കാസ്റ്റിംഗ് ആണ്, നല്ല കളറുമാണ്. പിന്നെ ചെളി പിടിച്ചിരിക്കുന്ന എഫക്റ്റ് ഉണ്ട് ഇതിന്. ടയറൊക്കെ ബ്രൗൺ കളറാണ് അത് കാരണം. ഓക്കെ, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇവനെ പുറത്തോട്ട് എടുക്കാം. ഓക്കെ, സംഭവം കൊള്ളാം. നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ്. 2 ഡോറും പിന്നെ ബാക്കിൽ ഈ വലിയ ഗ്ലാസ് ആയിട്ട്. ബാക്കിൽ നിന്നും വലിയ തെറ്റില്ല, പക്ഷെ ടെയിൽ ലൈറ്റിലൊന്നും ഡീറ്റെയിൽസ് ഇല്ല. അകത്ത് സീറ്റൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റേജിലും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഫോർഡ് ബ്രോങ്കോ ഫ്രണ്ടിൽ ഡീറ്റെയിൽസ് എന്ന് പറയാനായിട്ട് ആകെ ബ്രോങ്കോ എന്ന് എഴുതിയേക്കുന്നത് മാത്രമേ ഉള്ളൂ. ലൈറ്റിലൊന്നും ഒരു കളർ കൊടുത്തിട്ടില്ല. പക്ഷെ ടയറിലും സൈഡിലൊക്കെ ചെളി പിടിച്ചിരിക്കുന്ന ലുക്ക് ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. നല്ല വലിയൊരു വീൽ ആർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടെയിൽ ലൈറ്റിലും ഡീറ്റെയിൽസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗ്രേ കളറാണ്. ഓക്കെ, അടുത്തതൊരു പ്രീമിയം കാർഡാണ്. ടൊയോട്ട AE86 സ്പ്രിൻറ്റർ ടൊറീനോ. ഇപ്പം മെറ്റൽ റിയൽ റൈഡേഴ്സ്. ഇതൊരു JDM വണ്ടിയാണ്. ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള വണ്ടിയാണിത്. പിന്നെ ഡ്രിഫ്റ്റിങ്ങിനൊക്കെ ആൾക്കാർ ഇറക്കും. കാര്യം ഇത് റയർ വീൽ ഡ്രൈവ് ആണെന്ന് തോന്നുന്നു. റയർ വീൽ ഡ്രൈവ് വണ്ടികളാണ് ഡ്രിഫ്റ്റിങ്ങിന് അടിപൊളി. ഓക്കെ, നമുക്ക് ഏതായാലും ഇവനെ പുറത്തോട്ട് എടുക്കാം. ഓ, നൈസായിട്ടുണ്ട്. പുറത്തോട്ട് എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ക്യൂട്ട് വണ്ടിയാണ്. സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട് മേളിൽ. ഇവിടെ ഒരു ഇതെന്താണെന്ന് അറിയില്ല, ബ്ലാക്ക് കളറിൽ ഇവിടെ ഒരു സ്റ്റിക്കർ വർക്ക്. അകത്തും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. ടൊയോട്ട സ്പ്രിൻറ്റർ. ഈ കാസ്റ്റിങ്ങിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡീറ്റെയിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. സാധാരണ ഹോട്ട് വീൽസ് ഇങ്ങനെ പൊങ്ങി വരുന്ന ഹെഡ്ലൈറ്റ് വരുന്ന വണ്ടികളിലൊക്കെ ഹെഡ്ലൈറ്റ് അവർ താത്തിയേ വയ്ക്കുള്ളൂ. ഇതിൽ പക്ഷേ ഹെഡ്ലൈറ്റ് പൊക്കിയും വെച്ചിട്ടുണ്ട്. അതിൽ നല്ല ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്കിതിൻ്റെ സ്റ്റിക്കറിങ്ങും ഭയങ്കര ഇഷ്ടപ്പെട്ടു. റെഡും യെല്ലോ സ്ട്രൈപ്സ് പിന്നെ ഗോൾഡ് വീൽസ് എല്ലാം നല്ല മാച്ചിങ് ആണ്. ഓക്കെ, അടുത്തത് ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത കാസ്റ്റിംഗ് ആണ് അൺബോക്സ് ചെയ്യാനായിട്ട്.
നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്ക് NSXൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ, എസ്പെഷ്യലി പഴയ മോഡൽ NSX. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് തുറക്കാം. നൈസാണ്. ഇതിൻ്റെ ബാക്കാണ് ഒരു രക്ഷയില്ലാത്തത്. സൺറൂഫ് ഒന്നുമില്ല. ഇവിടെ ഒരു ഹുഡ് സ്കൂപ്പ് പോലെ ഉണ്ട്. ഓക്കെ, വീൽസിൻ്റെ ഡിസൈൻ ഇത് നമ്മൾ വേറെ വണ്ടികളൊക്കെ കണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഏതിലാണ്, ഇവിടെ ഒന്നുമില്ല. ഇതുണ്ട്, നിസാൻ സിൽവയിലും EG ഹാച്ച് ബാക്കിലൊക്കെ ഈ സെയിം വീൽസാണ്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീൽസ് മാറ്റണം. നമുക്ക് വീൽസ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ വല്ലതും നോക്കി ഇതിൽ വേറെ വീൽസ് പിടിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ വീൽസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. ഹോണ്ട NSX സ്റ്റേജിൽ വെച്ചപ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല, ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കണം ഫ്രണ്ടിൽ. കാര്യം നമ്മൾ നേരത്തെ ടൊയോട്ടയുടെ ഹെഡ്ലൈറ്റ് പൊങ്ങി വരുമായിരുന്നു. ഇതിൽ പക്ഷേ ഹെഡ്ലൈറ്റ് ഒരു താത്തി വെച്ചേക്കണേ. പൊക്കി വെച്ചിരുന്നെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായതിനെ. ബാക്കിൽ പക്ഷേ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഹോണ്ടയുടെ ലോഗോവും നമ്പർ പ്ലേറ്റും എക്സോസ്റ്റിലൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് കളറാണ്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഹോട്ട് വീൽസ് ഭ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.